തിരുവനന്തപുരം നാവായിക്കുളത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ബ്ലീച്ചിംഗ് പൗഡറുമായി വന്ന ലോറിയാണ് കത്തിനശിച്ചത്. പെട്രോൾ പമ്പിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വിശദാംശങ്ങളുമായി KG ദിനകർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ദിനകർ, എങ്ങനെയാണ് ലോറിക്ക് തീപിടിച്ചത്? പെട്രോൾ പമ്പിന് അടുത്ത് വച്ചാണ് തീപിടുത്തമുണ്ടായത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നാവായിക്കുളത്ത് ലോറി പെട്രോൾ പമ്പിന് സമീപം കത്തിനശിച്ചത്. കാരണം വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പോലീസിന്റെ നിഗമനം. വലിയ ദുരന്തമാണ് ഒഴിവായത്. നാവായിക്കുളത്ത് പെട്രോൾ പമ്പിന് മുന്നിൽ ലോറി പാർക്ക് ചെയ്ത ശേഷം വിശ്രമിക്കുകയായിരുന്നു ഡ്രൈവർ. ഈ സമയത്ത് ലോറിക്ക് തീ പിടിക്കുകയായിരുന്നു. ലോറി ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ചു. വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. കാരണം തൊട്ടടുത്ത് തന്നെയായിരുന്നു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് സമയോചിതമായി ഇടപെട്ടതിന്റെ ഫലമായി വലിയ ഒരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. കാരണം തീ പെട്രോൾ പമ്പിലേക്ക് ഏതെങ്കിലും കാരണവശാൽ പടർന്നിരുന്നുവെങ്കിൽ അത് പ്രവചനാതീതമാകുമായിരുന്നു അപകടം. ഡ്രൈവർക്കും പരിക്കില്ല. ഡ്രൈവർ തീ പിടിച്ച ഉടനെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. സ്ഥലത്ത് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. ഗതാഗത കുരുക്കും ഇപ്പോൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് തീ പിടിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. ബ്ലീച്ചിംഗ് പൗഡറുമായി എത്തി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് തീ പിടിച്ചത്. KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നാവായിക്കുളത്ത് പെട്രോൾ പമ്പിന് സമീപം ലോറിക്ക് തീപിടിച്ചു. വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം നടന്നത്. ആളപായമൊന്നും സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി പ്രഖ്യാപിക്കും. അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് വിധി പ്രഖ്യാപിക്കുന്നത്. കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോൺഗ്രസ് MP എഹ്സാൻ ജാഫറി അടക്കം 69 പേർ കൊല്ലപ്പെട്ട ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവരുടെ ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് വിധി പറയുക. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ 11 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. 36 പേരെ കോടതി വെറുതെ വിട്ടു. 2002 നടന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസ് ആദ്യം അന്വേഷിച്ച ഗുജറാത്ത് പോലീസിന്റെ അന്വേഷണം ഫലപ്രദമല്ലെന്ന് ചൂണ്ടിക്കാട്ടി എഹ്സാൻ ജാഫറിയുടെ ഭാര്യ സാക്കിയ ജാഫറി നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മൊത്തം 66 പേരെ കേസിൽ പ്രതി ചേർത്തിരുന്നു. 6 പേർ അന്വേഷണ കാലയളവിൽ മരിച്ചു. 7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കും. സ്കൂൾ അടച്ചുപൂട്ടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ നാട്ടുകാരും രക്ഷാകർത്താക്കളും ശക്തമായ എതിർപ്പിലാണ്. സർക്കാരിന്റെ അപ്പീലിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി ദൃശ്യമായതിനാൽ റംദാൻ വ്രതാരംഭത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് റംസാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുക. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് 1 മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന 10-ലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ ഇന്ന് റംസാൻ വ്രതത്തിന് തുടക്കം. 1 മാസം നീളുന്ന വ്രതകാലം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നാളുകളാണ്. ഇസ്ലാം മത വിശ്വാസികൾ ആഹ്ലാദത്തോടെയാണ് റംസാനെ വരവേറ്റത്. വിശ്വാസികൾക്ക് ഇനി ആത്മശുദ്ധീകരണത്തിന്റെ നാളുകൾ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്തെടുക്കുന്നു. ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന റംസാൻ അനുഗ്രഹങ്ങളുടെ മാസം കൂടിയാണ്. വിശുദ്ധ റമദാനിനെ സത്യവിശ്വാസികൾ കാണുന്നത് അവരുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാനും അവയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസികമായി ശുദ്ധി എല്ലാ അർത്ഥത്തിലും
കൈവരിക്കുവാനും കൂടിയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസം. ഇസ്ലാമിക ചരിത്രത്തിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത് റംസാൻ മാസമാണ്. മാനവരാശിക്കാകെ വെളിച്ചം പകർന്ന ഖുറാന്റെ അവതരണം ഈ മാസത്തിലായിരുന്നു. വിശ്വാസികൾക്ക് സ്രഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം കൂടിയാണ് റംസാൻ നൽകുന്നത്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം നേടാനുള്ള സമയം കൂടിയാണ് ഇത്. വ്രതശുദ്ധിയുടെ നാളുകൾ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത സന്ദേശം കൂടിയാണ് വിളിച്ചോതുന്നത്. ടി ജമാലുദ്ദീൻ, ദുബായ്. BJP സംസ്ഥാന നേതാക്കൾ ഇന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് ഫലവും തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശദീകരിക്കും. പാലക്കാട്, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ പരാജയത്തെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളും ചർച്ചയാകും. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, MD രമേശ്, PK കൃഷ്ണദാസ് എന്നിവരാണ് അമിത്ഷായെ കാണുന്നത്. സരിത എസ് നായർ ഇന്ന് സോളാർ കമ്മീഷനിൽ ഹാജരായേക്കും. കൂടുതൽ സമയം അനുവദിക്കണമെന്ന സരിതയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയ കമ്മീഷൻ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർച്ചയായി 2 തവണ വിസ്താരത്തിന് ഹാജരാകാതിരുന്ന സരിതയ്ക്കെതിരെ ജസ്റ്റിസ് G ശിവരാജൻ കമ്മീഷൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. പല പ്രമുഖർക്കുമെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകിയ സരിത അതേക്കുറിച്ച് വിശദീകരിക്കാൻ ഹാജരാകണമെന്ന കർശന നിർദ്ദേശമാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരസഭയുടെ 1 മാസം നീണ്ടുനിന്ന മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന് സമാപനമായി. ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തരംതിരിച്ച് ശേഖരിച്ചത്. അവശേഷിച്ച മാലിന്യത്തിൽ ഇനോക്കുലം ലായനി തളിച്ച് ജൈവവളമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊതുമാർക്കറ്റുകളും ഓടകളും ശുചീകരിച്ച് ജനകീയ ക്യാമ്പയിനോടെയാണ് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് സമാപനമായത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യക്കൂനകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവശേഷിച്ച ജൈവമാലിന്യത്തിൽ ഇനോക്കുലം ലായനി തളിച്ച് മാറ്റുകയും ചെയ്തു. 1 മാസം നീണ്ട പ്രയത്നത്തിൽ ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ വേർതിരിച്ചതെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ എല്ലാത്തിനെയും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കൂനകളിൽ നിന്നും പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുകയും പിന്നെ ബാക്കി വരുന്ന അഴുകുന്ന മാലിന്യങ്ങളിൽ ഇനോക്കുലം ലായനി തളിച്ചുകൊണ്ട് സ്വാഭാവിക കമ്പോസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് നഗരസഭ അവലംബിച്ചിരിക്കുന്നത്. വീടുകളിലുള്ള മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നതിനൊരു സംവിധാനം ഭാവിയിൽ നമ്മൾ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വേർതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെ റീസൈക്ലിംഗിനായി അയക്കും. ബഹുജന ക്യാമ്പയിനിലൂടെ മാലിന്യം നീക്കം ചെയ്ത സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ 100 വാർഡുകളിലും കൌൺസിലർമാർ വൃക്ഷത്തൈ നട്ടു. ക്യാമ്പയിന് സമാപനമായെങ്കിലും കാലവർഷം ആരംഭിക്കാനിരിക്കെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ തുടരുമെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജൈവകൃഷി വിജയിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ സ്വന്തം നിലയിൽ നടപ്പാക്കിയാണ് ഈ കർഷകൻ മാതൃകയാവുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം 1 ഇനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടി ആയതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിന് പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട. അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം. കൃഷിയും സംഭരണവും വിപണനവും ഒരു കൂടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് നടുറോട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സുസ്മിതയുടെ പോസ്റ്റ്മോർട്ടം രാവിലെ 10 മണിയോടെ നടക്കും. ഇന്നലെയാണ് നേമം ഫാർമസി കോളേജിന് സമീപം അധ്യാപികയായ സുസ്മിതയെ ഭർത്താവ് കുമാർ കൊലപ്പെടുത്തിയത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഭർത്താവുമായി 2 വർഷത്തോളമായി സുസ്മിത പിണങ്ങി കഴിയുകയായിരുന്നു. വിശദാംശങ്ങളുമായി ജിതിൻ ചേരുന്നുണ്ട്. ജിതിൻ, ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഇവരുടെ മക്കൾ കോടതി വിധി പ്രകാരം എല്ലാ ഞായറാഴ്ചയും ഭർത്താവിന് കൈമാറുമായിരുന്നു. തിരികെ കൊണ്ടുവന്ന് സുസ്മിതയ്ക്ക് നൽകുന്ന സമയത്താണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത് ഇവരെ. വിവരങ്ങൾ എന്താണ്? മനു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് നേമം ശിവൻകോവിലിന് സമീപം വെച്ച് നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്. സുസ്മിത എന്ന 36 വയസ്സുകാരിയെ ഭർത്താവായ കുമാർ കഴുത്തിലും
വയറ്റിലുമെല്ലാം ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. മനു പറഞ്ഞതുപോലെ 2 വർഷമായി കുമാറും സുസ്മിതയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട കേസ് കുടുംബ കോടതിയിൽ നടക്കുകയുമാണ്. ഈ കോടതി വിധി പ്രകാരം ഇവർക്കുള്ള 2 മക്കളെ ഞായറാഴ്ചകളിൽ കുമാറിന്റെ കൂടെയാണ് വിട്ടിരുന്നത്. ഇത്തരത്തിൽ ഇന്നലെ രാവിലെ സുസ്മിത കുമാറിന്റെ മക്കളെ കൈമാറിയിരുന്നു. എന്നാൽ വൈകിട്ട് മക്കളെ തിരികെ ഭാര്യയ്ക്ക് കൊടുക്കാനായി വരുമ്പോൾ മക്കളില്ലാതെയാണ് കുമാർ എത്തിയത്. തുടർന്ന് ഇത് സംബന്ധിച്ച് അവർ തമ്മിൽ വാക്തർക്കം ഉണ്ടാവുകയും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ശിവൻകോവിലിൽ വെച്ച് ഭാര്യയെ കുത്തിയ ശേഷം കുമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് നാട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഒപ്പം തന്നെ സുസ്മിതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സുസ്മിത മരണപ്പെടുകയും ചെയ്തു. ഇയാളെ ഇന്നലെ പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഇന്ന് രാവിലെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴും വൈരാഗ്യം മൂലമാണ് കൊലപാതകം എന്ന രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇയാളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സുസ്മിതയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ വൈകിട്ടോടുകൂടി നെയ്യാറ്റിൻകര കോടതിയിൽ കുമാറിനെ ഹാജരാക്കുകയും ചെയ്യും. ഇയാളെ കോടതി റിമാൻഡ് ചെയ്യും. 2 ആഴ്ചത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും നാട്ടിൽ നടത്തിയ കൊലപാതകമാണ് ഇന്നലെ വൈകിട്ട് 4-ന് തിരുവനന്തപുരം നേമത്ത് നടന്നിരിക്കുന്നത്. മനു, ജിതൻ ചന്ദ്രനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MLA മന്ത്രി കൂടിയായതോടെ തവനൂരിലെ വികസന സ്വപ്നങ്ങൾക്ക് നിറം കൂടി. എല്ലാവർക്കും വീടും തൊഴിലും എല്ലാവർക്കും കുടിവെള്ളവും തുടങ്ങി മണ്ഡലത്തിന്റെ സർവ്വതോന്മുഖ വികസനം ഈ 5 വർഷത്തിനിടെ കാണാമെന്ന ഉറപ്പും KT ജലീൽ നൽകിക്കഴിഞ്ഞു. 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി നിയമസഭയിലെത്തിയ KT ജലീൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തവനൂരിനെയാണ് പ്രതിനിധീകരിച്ചത്. മിനി പമ്പ, പ്രതീക്ഷാഭവൻ, കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതിനകം തന്നെ തവനൂർ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. KT ജലീൽ MLA LDF മന്ത്രിസഭയിൽ അംഗം കൂടിയായതോടെ മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല. മന്ത്രിയായെത്തിയ KT ജലീലിന്റെ ആദ്യ വാക്കുകളാണിത്. എല്ലാവരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ, അഴിമതിരഹിതമായി സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഭാഷകനായും നേതാവായും എഴുത്തുകാരനായും ജനപ്രതിനിധിയായും താരമായി നിന്ന തവനൂരിലെ MLA മന്ത്രിയായും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ളവർ. KT സാലിഹ്, മലപ്പുറം. തെരഞ്ഞെടുപ്പിൽ ആരും ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് വീണ്ടും എത്തുന്ന PJ ജോസഫ് ലക്ഷ്യം വയ്ക്കുന്നത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തന്നെ. തൊടുപുഴയെ സമ്പൂർണ്ണ മാലിന്യമുക്ത മണ്ഡലമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവുമധികം ഭൂരിപക്ഷം ലഭിച്ച വ്യക്തിയെന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്ക് ജനങ്ങൾ തന്നിരിക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെയാകും അടുത്ത 5 വർഷത്തെ തന്റെ പ്രവർത്തനമെന്ന് PJ ജോസഫ് പറയുന്നു. മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിനൊപ്പം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണലാകും തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ശുദ്ധമായ കുടിവെള്ളം എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്ന ഒട്ടേറെ പരിപാടികൾ ചിലയിടത്ത് പൂർത്തിയായിട്ടുണ്ട്, ചിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകൾക്കും ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കുന്നതിന് നല്ല പ്രാധാന്യം കൊടുക്കും. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനൊപ്പം സമ്പൂർണ്ണ മാലിന്യമുക്ത മണ്ഡലമെന്ന ലക്ഷ്യത്തിലെത്തുക എന്നതിനും അദ്ദേഹം പ്രാമുഖ്യം നൽകും. മാലിന്യമില്ലാത്ത ഒരു നിയോജകമണ്ഡലമാക്കി മാറ്റുക എന്നുള്ളതിന് നല്ല പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്നതാണ്. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, മാലിന്യമില്ലാത്ത ഒരന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. MLA ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ സൌഹൃദത്താൽ മണ്ഡലത്തിൽ വലിയ വികസനങ്ങൾ എത്തിക്കാൻ സഹപ്രവർത്തകരായിരുന്ന പുതിയ മന്ത്രിമാരുടെ സഹായമുണ്ടാകുമെന്ന വിശ്വാസവും PJ ജോസഫ് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനി വ്യോമാഭ്യാസ പ്രകടനത്തിന്റെ കാഴ്ചയാണ്. റഷ്യയിലെ ക്രിമിയ പ്രദേശത്ത് റഷ്യൻ വ്യോമസേന കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനം കാഴ്ചക്കാർക്ക് ഗംഭീര വിരുന്നാണ് ഒരുക്കിയത്. റഷ്യൻ വ്യോമസേനയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ക്രിമിയയിലെ ജനങ്ങൾ സാക്ഷിയായത്. Su-24, Su-34, Su-40 ഇനങ്ങളിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും Ka-50 അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള റഷ്യയുടെ പോർ വിമാനങ്ങൾ ഈ എയർ ഷോയിൽ പങ്കെടുത്തു. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ നാവിക താവളമായിരുന്നു ക്രിമിയ.
കരിങ്കടലിന് സമീപത്തുള്ള ഈ പ്രദേശം മുൻപ് ഉക്രൈൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 2014 ക്രിമിയ റഷ്യയുടെ ഭാഗമായി. എല്ലാ ആഴ്ചയിലെയും അവസാന ദിവസങ്ങളിൽ റഷ്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ അരങ്ങേറാറുണ്ട്. സിറിയയിൽ IS-നെതിരെ റഷ്യ അടുത്തിടെ നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ഏതാനും പൈലറ്റുമാരും ഈ എയർ ഷോയിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്. പുരോഗമന കലാസാഹിത്യ സംഘം ഏർപ്പെടുത്തിയ പ്രൊഫസർ എ സുധാകരൻ സാംസ്കാരിക പുരസ്കാരം സാഹിത്യകാരൻ സുനിൽ പി ഇളയിടത്തിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമർപ്പിച്ചത്. പുഗാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ VN മുരളി, വിനോദ് വൈശാഖി, PS ശ്രീകല, KN ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ നിർമ്മാതാക്കളായ അസറ്റ് ഹോംസിന്റെ ജാക്ക്പോട്ട് നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. രാജേഷ് പുളിക്കൽ, മിനി രാജേഷ് ദമ്പതികൾക്കാണ് ഫ്ളാറ്റ് ലഭിച്ചത്. അസറ്റ് ഹോംസ് അംബാസഡർ കൂടിയായ നടൻ പൃഥ്വിരാജ് ഭാഗ്യശാലികളെ പ്രഖ്യാപിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ ആർക്കിടെക്ടറും പരിസ്ഥിതി സ്നേഹിയുമായ യതിൻ പാണ്ഡ്യയുടെ പ്രഭാഷണം അരങ്ങേറി. ചടങ്ങിൽ അസറ്റ് ഹോംസ് MD സുനിൽകുമാർ, ആർക്കിടെക്ട് ശങ്കർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു.